മക്കളെ, ഹിരോഷിമ ദിന ക്വിസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ക ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങളുടെ 80% ആൾക്കാർക്ക് അറിയത്തുപോലും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ വീഡിയോയുടെ അവസാനം ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ആ ബോണസ് ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് ഉത്തരം രേഖപ്പെടുത്തിയിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇടണം. കമൻറ്റ് ബോക്സ് നമ്മൾ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ. നമുക്ക് വീഡിയോ ഇട്ട് നടക്കാം. ഒന്നാമത്തെ ചോദ്യം, നാഗസാക്കിയിൽ ആണവ ബോംബ് വർഷിച്ച തീയതി ഏത്? ഉത്തരം 1945 ഓഗസ്റ്റ് 9. അടുത്ത ചോദ്യം, നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേരെന്താണ്? ഉത്തരം ഫാറ്റ്മാൻ. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച അമേരിക്കൻ വിമാനത്തിൻ്റെ പേരെന്ത്? ഉത്തരം ബോക്സാക്കർ. അടുത്ത ചോദ്യം, നാഗസാക്കിയിലെ അണുബോംബിൽ ഉപയോഗിച്ച റേഡിയോ ആക്റ്റീവ് മൂലകം ഏത്? ഉത്തരം പ്ലൂട്ടോണിയം 239. നാഗസാക്കി ബോംബിങ്ങിൻ്റെ പൈലറ്റ് ആര്? ഉത്തരം മേജർ ചാൾസ് സ്വീനി. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടത്തിയ വർഷം ഏത്? ഉത്തരം 1974 മെയ് 18 നടന്നത്. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്ന സ്ഥലം എവിടെ? ഉത്തരം രാജസ്ഥാനിലെ പോഖ്രാൻ. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നൽകിയ കോഡ് നാമം എന്ത്? ഉത്തരം സ്മൈലിംഗ് ബുദ്ധ. ഇന്ത്യയുടെ ആണവ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഹോമി ജഹാംഗീർ ബാബ. ഇന്ത്യയുടെ ആണവ കമാൻഡ് അതോറിറ്റിയുടെ അധ്യക്ഷൻ ആര്? ഉത്തരം ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആദ്യ ആണവ അന്തർവാഹിനിയുടെ പേരെന്ത്? ഉത്തരം INS അരിഹന്ത്. ഇന്ത്യയുടെ ആദ്യ ആണവ റിയാക്ടർ ഏത്? ഉത്തരം അപ്സര. ലോകത്തിലെ ആദ്യ ആണവ ശക്തിയായ രാജ്യം? അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം അമേരിക്ക. 1945 ആണവ ശക്തിയായത്. ആണവ ഫിഷൻ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഓട്ടോഹാൻ ഫ്രിറ്റ്സ് സ്ട്രാസ്മാൻ 1938. മാൻഹാട്ടൻ പ്രൊജക്റ്റിൻ്റെ ശാസ്ത്ര നേതാവ് ആര്? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. അടുത്ത ചോദ്യം, സോവിയറ്റ് യൂണിയൻ ആദ്യ ആണവ പരീക്ഷണം നടത്തിയ വർഷം ഏത്? ഇതാണ് നിങ്ങളുടെ ബോണസ് ക്വസ്റ്റ്യൻ. എല്ലാവരും കമൻറ്റ് ചെയ്യുക. താങ്ക്